തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം AD 9-ാം ശതകത്തോടെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളാണ് നിർമ്മിച്ചതെന്നും തിരുവല്ലം ത്രിവേണിയിലെ ചെളി കൊണ്ടാണ് പരശുരാമസ്വാമിയുടെ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളതെന്നും പറയപ്പെടുന്നു. ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ സ്വമാതാവിൻ്റെ ദേഹവിയോഗം സംഭവിക്കുകയും മരണാനന്തര ക്രിയകൾക്ക് സമുദായങ്ങൾ സഹകരിക്കാത്തതിനെ തുടർന്ന് സ്വന്തം യോഗശക്തിയുടെ സഹായത്താൽ ശവസംസ്കാരം നടത്തിയ ശേഷം തിരുവല്ലത്ത് ഈ പുണ്യനദിയുടെ സംഗമസ്ഥാനത്ത് എത്തുകയും സ്ഥലത്തിൻ്റെ മാഹാത്മ്യം ദിവ്യദൃഷ്ടിയാൽ മനസ്സിലാക്കിയ സ്വാമികൾ മാതാവിൻ്റെ ബലിതർപ്പണം ഇവിടെ വെച്ച് നടത്തുവാൻ നിശ്ചയിക്കുകയും ചെയ്തു. മാതാവിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നദിയിൽ കുളിക്കവേ കണ്ണു തുറന്നു നോക്കിയപ്പോൾ സുസ്മേരവദനായി തന്നെ നോക്കി നിൽക്കുന്ന വിഷ്ണു അവതാരമായ പരശുരാമസ്വാമിയെയാണ് കണ്ടത്. എന്താണ് നിന്റെ ദുഃഖകാരണമെന്ന് ചോദിച്ച ഭഗവാനോട് മരണാനന്തര ക്രിയകൾ തടസ്സപ്പെട്ടതിൻ്റെ ദുഃഖമാണെന്ന് അറിയിച്ചു. അപ്പോൾ തന്നെ ഭഗവാൻ സാക്ഷാൽ പരമശിവനെയും ബ്രഹ്മാവിനെയും അവിടെ സന്നിഹിതരാക്കിയിട്ട് ഇന്നേ വരെ ആരും ചെയ്തിട്ടില്ലാത്തത്ര ശ്രേഷ്ഠമായ രീതിയിൽ ബലികർമ്മം നിർവഹിച്ചു കൊള്ളുവാൻ നിർദ്ദേശിച്ചു. ഭഗവാൻ തന്നോട് കാട്ടിയ കരുണയിൽ സന്തുഷ്ടനായ ശങ്കരാചാര്യർ സ്വഹസ്തത്താൽ നദിയിലെ ചെളി കൊണ്ട് പരശുരാമസ്വാമിയുടെ വിഗ്രഹം താൻ ദർശിച്ച രൂപത്തിൽ നിർമ്മിച്ച് വടക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു. അവിടെ സമീപത്ത് തന്നെ ശിവനെയും മധ്യത്തിൽ ചതുർമുഖനായ ബ്രഹ്മാവിനെയും കുടിയിരുത്തി. ഈ പുണ്യസ്ഥലത്ത് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് വിശേഷ ഫലസിദ്ധി ഉണ്ടാകുമെന്ന് അനുഗ്രഹിച്ചിട്ടാണ് ത്രിമൂർത്തികൾ അപ്രത്യക്ഷമായത്. 1400-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ പുരാതന കാലം മുതൽക്കേ തന്നെ പിതൃതർപ്പണത്തിന് പ്രാധാന്യമുണ്ടായിരുന്നു. ചിരഞ്ജീവിയായ അശ്വത്ഥാമാവ് പിതാവിൻ്റെ ഗുരുവായ ശ്രീ പരശുരാമസ്വാമിയെ സേവിക്കാൻ രാത്രികാലങ്ങളിൽ എത്താറുണ്ടെന്നാണ് വിശ്വാസം. വിശ്വമംഗലം സ്വാമിമാർ ശ്രീകൃഷ്ണ ഭഗവാനെ അന്വേഷിച്ച് അനന്തൻകാട്ടിലെത്തി ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അനന്തശായിയായ മഹാവിഷ്ണു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും അപ്പോൾ ദൃഷ്ടിഗോചരമായ ദിവ്യരൂപത്തിൻ്റെ ശിരസ് തിരുവല്ലത്തും പാദം തൃപ്പാദപുരത്തും മധ്യഭാഗം ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുമായിരുന്നുവെന്നൊരു ഐതിഹ്യമുണ്ട്. അതിൽ നിന്നു തന്നെ തിരുവല്ലം ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാവുന്നതാണ്. തിരുവല്ലം ശ്രീ പരശുരാമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് രൂപീകരണത്തിൻ്റെ 20-ാം വാർഷികത്തോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള പരശുരാമ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ആറാട്ട് തിരിച്ചെത്തുന്ന ഘോഷയാത്ര പ്രത്യേകിച്ച് ഒരു അലങ്കാരമോ ഒന്നുമില്ലാതെ ഇരുട്ട് മൂടിയ ഒരവസ്ഥയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ വർഷം 2005-ൽ തിരുവല്ലത്തെ കുറച്ച് ചുണക്കുട്ടികൾ ചേർന്ന് ആറാട്ട് ഘോഷയാത്രയ്ക്ക് ഭംഗി കൂട്ടുവാൻ വേണ്ടി നിശ്ചല ദൃശ്യവും മേളവും വയ്ക്കുകയുണ്ടായി. പോകെ പോകെ ഈ കലാപരിപാടികൾ വിപുലമാക്കുകയും ചെയ്തു. കൂടാതെ ഓരോ വർഷം കൂടുന്തോറും ക്ഷേത്രത്തിൻ്റെ വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ക്ലബ് നേരിട്ട് ഇടപെടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി 2011-ൽ 3.5 ലക്ഷം വിലമതിക്കുന്ന 2 നെറ്റിപ്പട്ടം, 2012-ൽ 3 ലക്ഷം വിലമതിക്കുന്ന 2 തിടമ്പ് ക്ഷേത്രത്തിന് സമർപ്പിക്കുകയുണ്ടായി. വർഷം 2018-ലും 2024-ലും നെറ്റിപ്പട്ടത്തിൻ്റെയും തിടമ്പിൻ്റെയും പുതുമ നിലനിർത്തുവാനായി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ക്ലബിൻ്റെ മേൽനോട്ടത്തിൽ ചെയ്തിരുന്നു. അതുകൂടാതെ തുടർച്ചയായി 3 വർഷം കൊണ്ട് വിഭവസമൃദ്ധമായ അന്നദാന സദ്യയും നടത്തിവരുന്നു. കഴിഞ്ഞ 20 വർഷമായി ശ്രീ പരശുരാമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ എല്ലാ അംഗങ്ങളും ക്ഷേത്രത്തിനായി പല കാര്യങ്ങളും ചെയ്തു വരുന്നു. ശ്രീ പരശുരാമ ക്ഷേത്രത്തിലെ ഓരോ വികസനത്തിനും ക്ലബിൻ്റെ പങ്ക് വളരെ വലുതാണ്. ആയതിനാൽ 20-ാം വാർഷികം ആഘോഷിക്കുന്ന ശ്രീ പരശുരാമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഭഗവാന് വേണ്ടി ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു.